ഈ ലോകത്ത് ഇസ്ലാമിനെ തകർക്കാൻ മുസ്ലിം ലോകത്ത് കുഫ്രാരോപണം നടത്തി ഖവാരിജികളെ കോപ്പിയടിച്ചു വന്ന ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ അറുകൊല ചെയ്ത് ആനന്ദ നൃത്തം ചവിട്ടിയ മനുഷ്യത്വ വിരോധിയാണ്, മതവിരോധിയാണ് അബ്ദുൽ വഹാബ്. അതുകൊണ്ട് തന്നെ വഹാബിസം എന്നത് നിങ്ങൾ പരിശോധിച്ചു നോക്ക്, മുഹമ്മദിയർക്കിടയിലെ ഒരുതരം ഭീകരവാദികൾ എന്നാണ് ഇംഗ്ലീഷ് മലയാള നിഘണ്ടുവിൽ ഭാഷാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഈ ലോക ചരിത്രം വായിക്കുന്നിടത്തൊക്കെ ഇത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. നമുക്കറിയാം, ഇമാം സ്വാബി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ എന്ന ആയത്ത് വിശദീകരിച്ച് പൈശാചികതയെ സുഹൃതങ്ങളായി പ്രണയിച്ച വിവരദോഷികളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ അവർ ആ കാലഘട്ടത്തിലെ വാർത്തകൾ, സാഹചര്യങ്ങൾ വായിച്ച് ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പറയുന്നു വഹുമുൽ വഹാബിയ്യ. എന്നാൽ വഹാബികൾ ഒരു കാലത്ത് വഹാബി പ്രസ്ഥാനം എന്ന് ആവേശപൂർവ്വം പറഞ്ഞിരുന്നുവെങ്കിലും ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ കേൾക്കുന്ന സകല ടെററിസത്തിന്റെയും നാരായ പേര് അത് വഹാബിസമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞതുകൊണ്ട് വഹാബികള് അക്കുപ്പായം അഴിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന സാധു എന്ന് പറഞ്ഞാൽ തനി വിവരദോഷിയാണ്. അയാൾക്ക് മേലെ ആകാശം, താഴെ ഭൂമി എന്നല്ലാതെ വേറെ യാതൊരു കാറ്റുമില്ല. അതുകൊണ്ട് ഇച്ചങ്ങായി വന്നിട്ട് പറയണേ, അള്ളാഹുവിന്റെ ഖുർആനിലാണ് ഏറ്റവും കൂടുതൽ വഹാബീസ് ഉള്ളത്. ആടെന്തറിഞ്ഞു അങ്ങാടി വാണിവോ. ഇച്ചങ്ങായിക്ക് എന്തത്താ വഹാബീസ് എന്നറിയോ, ഇവൻ എന്തത്താ ഖുർആൻ എന്നറിയോ. എന്നിട്ട് ഡയലോഗ് അടിക്കാണ്, അള്ളാന്റെ ഖുർആനിലാണ് ഏറ്റവും തോന്നെ വഹാബീസമുള്ളത്. അന്നൊക്കെ ജീരകത്തിന് തൊലി പൊളിച്ചാൻ പറഞ്ഞേക്കണം, അല്ലാതെ പ്രസംഗത്തിന് വിളിച്ചല്ലോ വേണ്ടി. പൂർണ്ണ വഹാബിസമുള്ള മുജാഹിദ് എഴുതിയ പുസ്തകത്തിൽ പോലും വഹാബിസല്ല. പക്ഷെ വഹാബിസം സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കിതാബ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം, അത് വിശുദ്ധ ഖുർആനാണ്. ഇവന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മൈക്കന്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഓനെ സംബന്ധിച്ചിടത്തോളം ഓൻ ചെയ്യണ പണിയുള്ളൂ. പിന്നെ നാകുമ്പോ ചെയ്ത്താനാണ് കയറിയിരിക്കലാണ്. പിന്നെ മൂപ്പരങ്ങനെ സംസാരിക്കല, തനി ചെയ്ത്താൻ അങ്ങനെ പ്രസംഗിക്കും. അതിൽ എന്തൊക്കെയാ വരുന്നതെന്ന് ഓൻ തന്നെ അറിയില്ല. എന്നിട്ട് നമ്മൾ ക്ലിപ്പിട്ട് പ്രസംഗിക്കുമ്പോൾ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അപ്പുറം മുറിച്ചതാറുണ്ട്, പിന്നെ പോയി കരയും. ഇതാണ് ഇവന്റെ കഥ എന്ന് പറയുന്നത്. ചാവി കൊടുത്ത് അപസ്മാരെ ചോറും കൊടുത്ത് പറഞ്ഞേക്കണ്ടേ, കുറച്ച് അന്തള്ള ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ.